ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമായിട്ടിരിക്കണോ? എന്റെ വിശേഷങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 2-3 ആഴ്ചയായിട്ടേ എന്റെ തലച്ചോറും ഹൃദയവും തമ്മിൽ അങ്ങ് സിങ്ക് ആവണില്ല. ഹൃദയം പറയണത് തലച്ചോറിന് മനസ്സിലാവുന്നില്ല, തലച്ചോറാണെങ്കിൽ വേറെ എന്തൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് മൈൻഡ് അങ്ങ് കൈപ്പിടിയിൽ നിൽക്കാതെ ടെൻഷനും സങ്കടവും വിഷമവും അങ്ങനെ കുറേ വൃത്തികെട്ട ദിവസങ്ങളായിരുന്നു എനിക്കൊരു 2 ആഴ്ചയായിട്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ശരിയായിരുന്നു. ഇല്ല, ശരിയായിട്ടില്ല. അത് ശരിയാവണമെങ്കിൽ കുറച്ചധികം സമയം എടുക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മളങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ. ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് നീക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ വരണോടത്ത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ. പക്ഷെ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പെടുന്ന പാട് അതെനിക്ക് മാത്രം അറിയാമോളൂ. ജനുവരി 1 ന്യൂ ഇയർ ആണെന്നോ ഒരു പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യാണെന്നോ അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ തലച്ചോറും ഹൃദയവും തമ്മിലുള്ള ഒരു സിങ്കില്ലായ്മ അത് മൊത്തത്തിൽ എന്നെ അങ്ങ് ബാധിച്ചായിരുന്നു. എനിക്ക് ന്യൂ ഇയറിന് മെസ്സേജ് ഇട്ട കുറെ ആൾക്കാർക്ക് ഞാൻ 2-ാം തീയതിയാണ് റിപ്ലൈ കൊടുത്തത് തന്നെ. ഓരോ ദിവസം എങ്ങനെയൊക്കെയോ തള്ളി കൂട്ടി നീക്കുന്നു, അത്രയൊക്കെ തന്നെ. ഞാനേ കുറച്ച് പാസ്ത ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. എനിക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് അത്ര വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്ത് കാര്യം നമ്മൾ ശ്രമിച്ചാലല്ലേ ശരിയാവോ ഇല്ലയോ എന്ന് നമുക്കറിയുള്ളൂ. ഈ പാസ്ത നമുക്ക് ഇവിടെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റം കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചതാണ്. എങ്ങനെ ഉണ്ടാക്കണേന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത്ര ശരിയാവുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, എന്നാലും നമ്മൾ ട്രൈ ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മുടെ പാസ്ത. ഇതിനെയാണ് ഞാൻ റെഡിയാക്കാമെന്ന് വിചാരിക്കണത്. ശരിയാവുമെന്ന് അറിയില്ല, കണ്ടറിയണം. അത്ര വലിയ സെറ്റപ്പ് ആയില്ലെങ്കിലും തട്ടി കൂട്ടി ഒപ്പിക്കാം കേട്ടോ. വലിയ തെറ്റില്ലാത്ത രീതിയിൽ കിട്ടിയ സാധനം. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും ഞാൻ പറയണില്ല. അപ്പം ഇതായിരുന്നു ഞാൻ കിടന്ന ബെഡ് കേട്ടോ. അപ്പം എൻ്റെ റൂംമേറ്റ് പോയപ്പോൾ ഞാൻ ആ ബെഡ് നേരെ ഇങ്ങോട്ടേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു, ഈ മൂലക്കയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇതൊക്കെയാണ് എൻ്റെ സാധനങ്ങൾ. അത്ര വലിയ അടുക്കും ചിട്ടയൊന്നുമില്ല, എന്നാലും വലിയ കുഴപ്പമില്ല അല്ലേ. അപ്പോൾ ഞാൻ ഇനി കുറച്ചൊരു കാര്യം കൂടി ഉണ്ടേ. ഈ ഭിത്തിയിൽ ഞാൻ കുറച്ച് ഫോട്ടോസും കൂടി ഒട്ടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇന്ന് ചെയ്യണം. ഞാൻ ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് ഇന്നിപ്പോൾ ശനിയാഴ്ചയായി, എന്നിട്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതും കൂടി ഒന്ന് ചെയ്യണം എനിക്കിന്ന്. അപ്പം ഫോട്ടോസൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഇതിൽ ആ നടുക്കത്തെ ഫോട്ടോ ഞാൻ മിലൂസിൻ്റെ ബാപ്റ്റിസത്തിന് എടുത്ത ഫോട്ടോയാണ്. ബാക്കി ചുറ്റിനുള്ള ഫോട്ടോസ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ വർഷം അച്ചാച്ചയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ പ്രിൻ്റ് എടുത്തതായിരുന്നു. പക്ഷേ അതിൽ 1-2 ഫോട്ടോ മാത്രമാണ് ഞാൻ ഗിഫ്റ്റിന് വേണ്ടിയിട്ട് അത് റെഡി ആക്കിയുള്ളൂ. ബാക്കി ഫോട്ടോസെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പോന്നപ്പോൾ ഞാൻ കൊണ്ടുവന്ന എൻ്റെ ഒരു നോട്ട്ബുക്കിൻ്റെ ഉള്ളിൽ ഇരുന്ന ഫോട്ടോസാണ്. ഇതിൽ ഒരാൾ മിസ്സിംഗ് ആണ്, എൻ്റെ മദറിൻലോ, അതായത് എൻ്റെ മമ്മി. അപ്പോൾ പ്രത്യേകിച്ച് ഒരു വിശേഷങ്ങളും ഇല്ലാത്ത കുറേ ദിവസങ്ങളും കൂടിയും കഴിഞ്ഞു. പുതിയ വർഷത്തിലേക്ക് കടന്നു, പുതിയ പ്രതീക്ഷകൾ, പിന്നെ എന്താ പറയുക, അങ്ങനെ എന്തൊക്കെയോ എല്ലാം നല്ലതിന്, സംഭവിക്കുന്നത് നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നത് നല്ലതിന്, സംഭവിച്ചതെല്ലാം നല്ലതിന്, അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. അപ്പോൾ എന്തായാലും ഇഷ്ടമായാൽ കൂടെ കൂട്ടുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നുമില്ല, കൂടെ കൂട്ടണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.